وشر الأمور محدثاتها وكل بدعة ضلالة. أيها الإخوان أوصيكم وإياي بتقوى الله. സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളോടെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കാൻ നാം ബാധ്യസ്ഥരാണെന്നത് മറക്കാതെ ഓരോ തെറ്റുകളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് കാണിക്കുന്ന ധിക്കാരമാണ് എന്ന ഗൗരവം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് നാം അതിൽ വിജയിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം വിജയിക്കാൻ ആ വിധത്തിലുള്ള ഒരു സൂക്ഷ്മതയോടുകൂടിയ ജീവിതത്തിന് അള്ളാഹു നമ്മയെല്ലാം സഹായിക്കുമാറാവട്ടെ. സൂറത്തുൽ മാഇദയുടെ ആദ്യ ഭാഗത്തെ ഒരായത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ. യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅകും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ വജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, ഖദ് ജാഅകും റസൂലുനാ, നിങ്ങൾക്ക് എൻ്റെ ദൂതൻ, നമ്മുടെ ദൂതൻ വന്നിരിക്കുന്നു. യുബയ്യിനു ലക്കും, ആ ദൂതൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ്, നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ നിങ്ങൾ മറച്ചുവെച്ച ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. വയഅഫു അൻ കസീർ, നിങ്ങൾ മറച്ചുവെച്ച മറ്റു കുറേ വിഷയങ്ങളുണ്ട്, അത് പലതിനെയും അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്യുന്നത്, അതിലേക്ക് കടക്കുന്നില്ല. വജാഅകും മിനല്ലാഹി നൂറുൻ, ഇതാ അള്ളാഹുവിനുള്ള പ്രകാശം നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. വ കിതാബും മുബീൻ, എല്ലാം വ്യക്തമാക്കുന്ന ഗ്രന്ഥവും നിങ്ങൾക്ക് വന്നിരിക്കുന്നു. മാഇദയിലെ 15-ാമത്തെ ആയത്താണത്. വേദക്കാരെ, നിങ്ങൾക്ക് ലഭിച്ച വേദം, ആ വാക്ക് അതിന് നേർക്ക് പ്രയോഗിച്ചില്ല, ഉദ്ദേശിക്കുന്ന അതാണ്. നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ച ഒരുപാട് കാര്യങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, സത്യം എന്താണ് എന്ന് വിശദീകരിക്കുന്ന ഒരു പ്രവാചകൻ, എൻ്റെ ദൂതനിതാ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. നിങ്ങൾ മറച്ചുവെച്ച പല കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം സ്പർശിക്കുന്നില്ല, കടക്കുന്നില്ല, അത് ഒട്ടനവധി ഉണ്ട്, എല്ലാം പറയുന്നില്ല, പ്രധാനപ്പെട്ട വശങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കുന്നുള്ളൂ. ഇത് വന്നിരിക്കുന്ന ഈ ഖുർആനില്ലേ, ഇതൊരു പ്രകാശമാണ്, വെളിച്ചമാണ്. അത് സ്വീകരിക്കുന്നവന്റെ മനസ്സിൽ, ഹൃദയത്തിൽ, അവന്റെ ചിന്തയിൽ മുഴുവൻ വെളിച്ചമാണ്. എല്ലാം വിശദീകരിച്ചു തരുന്ന ഒരു മഹത്തായ ഗ്രന്ഥവുമാകുന്നു ഇത്. ആയത്തിന്റെ ആശയം ഇതാണ്. ആയത്തിന്റെ ചിന്ത എന്താണെന്നറിയോ, മനസ്സിലാക്കി തരുന്ന എന്താണെന്നറിയോ? ഒരു വലിയ ആശയമുണ്ട് ഈ ആയത്തിൽ. വിശുദ്ധ ഖുർആൻ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഖുർആനിലൂടെ അള്ളാഹു ചൊല്ലിപ്പറഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ, ഈ ലോകത്തെ മനുഷ്യരുടെ മുമ്പിൽ അവ്യക്തമായി നിൽക്കുന്ന, മനസ്സിലാക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരുപാട് പരമാർത്ഥങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ടായിരുന്നു. അത് ആളുകൾ തെറ്റിദ്ധരിക്കുമായിരുന്നു അതിനെപ്പറ്റി, അല്ലെങ്കിൽ ശരിയായി ധരിക്കേണ്ടത് അറിയാതെ പോകുമായിരുന്നു. കാരണം ഇവിടെ ഉള്ളത് രണ്ട് വേദത്തിന്റെ ആളുകളാണ്. ആ രണ്ട് കൂട്ടരും മറച്ചു വെക്കുന്നതിൽ, അള്ളാഹു അവതരിപ്പിച്ച പഠിപ്പിച്ച വിഷയങ്ങൾ മറച്ചു വെക്കുന്നതിൽ, വസ്തുതകളെ വളച്ചൊടിക്കുന്നതിൽ സമർത്ഥരാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിക്കാതിരിക്കുകയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് സംഭവിക്കാതിരിക്കുകയോ ചെയ്താൽ ലോകത്തിലെ മനുഷ്യന്റെ മുമ്പിൽ ഇരുളായി കിടക്കുന്ന കുറെ വശങ്ങളുണ്ട്. ആ ഭാഗം പൊളിച്ചെഴുതാൻ, അതിന്റെ സത്യം പറഞ്ഞു തരാനാ ഈ കിതാബ് അവതരിപ്പിച്ചത് എന്നാണ്. അല്ലാത്ത രസമുള്ളൊരായത്താണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായ ഒരു വശം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള, സാധാരണ നാടൻ ഭാഷയിൽ യേശു ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്, വിഷയങ്ങളാണ് ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയോ മറക്കപ്പെടുകയോ ചെയ്ത വിഷയം. ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ ദൈവമായോ ദൈവത്തിന്റെ പുത്രനായോ അവതരിപ്പിക്കാൻ മെനക്കെട്ടപ്പോൾ ജൂതന്മാർ അദ്ദേഹത്തെ മോശപ്പെട്ട രീതിയിൽ വിശദീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഖുർആനിലൂടെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ലോകത്തിന് മുമ്പിൽ പറയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അവ്യക്തത, ഈ ഇരുളിൽ ലോകത്ത് നിൽക്കുമായിരുന്നു, അറിയില്ലായിരുന്നു ആർക്കും. അതുകൊണ്ട് റബ്ബെന്ത് ഏറ്റെടുത്തു, സത്യാവസ്ഥ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കി എന്ന വിധത്തിൽ ചില കാര്യങ്ങൾ, സന്ദർഭം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ധാരണ എന്താണ്, അവരേതർത്ഥത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ടത്, എന്താണ് അവരെ പറ്റി ഖുർആൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഖുർആൻ അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മഹത്വമാണ്, ആദരവാണ്. ഒന്നാമതായി പറഞ്ഞത്
വളരെ ശ്രേഷ്ഠമായ ഒരു കുടുംബത്തിലാണ് അവർ പിറന്നത് എന്നും അവരുടെ പിതാവിൻ്റെ പേര് ഇമ്രാൻ എന്നാണെന്നും ഖുർആൻ ചൊല്ലി തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഖുർആനിലെ സൂറത്തിന്റെ പേര് ആലു ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബം എന്നാണ് ആ സൂറത്തിന്റെ പേര്. ആ സൂറത്തിന്റെ പറയുന്നത് മറിയം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പയുടെ പേരാണ് ഇമ്രാൻ. വലഖദ് ഇസ്തഫൈന ആദമ വനൂഹൻ വാല ഇബ്രാഹിമ വാല ഇമ്രാൻ അലൽ ആലമീൻ. ആദം അലൈഹി ഇസ്ലാമിനെ, നൂഹ് അലൈഹി ഇസ്ലാമിനെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തെ, ഇമ്രാന്റെ കുടുംബത്തെയും നാം ലോകത്തുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠവാന്മാരായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഖുർആന്റെ പ്രഖ്യാപനം. ഈ പറയുന്ന ഓരോരുത്തർക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ആദം അലൈഹി ഇസ്ലാം മനുഷ്യ ജന്മത്തിന്റെ ആരംഭമാണ്. നൂഹ് അലൈഹി ഇസ്ലാം ലോകത്തൊരു ശുദ്ധീകരണം നടന്ന കാലഘട്ടത്തിലെ വ്യക്തിയാണ്. ലോകത്ത് തൗഹീദുള്ളവരെ ബാക്കിയാക്കി അല്ലാത്തവരെ വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കപ്പെട്ടതിന്റെ പ്രതിനിധിയാണ്. ആ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മനുഷ്യ ചരിത്രത്തിന്റെ ഗതി മാറ്റി എഴുതിയ ഒരു കാലഘട്ടത്തിൻ്റെതാണ്. പിന്നെ ലോകത്തിന്റെ ചരിത്രം കുറിക്കുന്ന നാൾ തന്നെ തയ്യാറാക്കപ്പെട്ടത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തിന് ശേഷം അല്ലെങ്കിൽ മുമ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതിന് നിദാനമായ ഇമ്രാന്റെ കുടുംബമായതുകൊണ്ട് ഇമ്രാന്റെ കുടുംബം, മറിയമിന്റെ കുടുംബം, മറിയം പിറന്നത് വളരെ ശ്രേഷ്ഠമായ മാന്യമായ ഒരു കുടുംബത്തിലാണ് എന്ന് ചൊല്ലിത്തരുന്നു. പിന്നീട് ഖുർആൻ നമുക്ക് ചൊല്ലിത്തരുന്നത് മറിയമിന്റെ ജനനം ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ ജനനം മാത്രമാണ്. ദൈവത്തിന്റെ അംശമോ അത്ഭുതങ്ങളോ യാതൊന്നുമില്ലാതെ സാധാരണ ഇമ്രാന്റെ ഭാര്യ ഒരു പ്രസവം നടന്നു എന്നേ ഉള്ളൂ എന്നാണ്. അതിനപ്പുറമുള്ളതൊന്നും ശരിയല്ലെന്നാണ്. ഫലമാ വളഴത്തുക, ഇമ്രാന്റെ ഭാര്യ പ്രസവിച്ചപ്പോ കാലത്ത് അവൾ പറഞ്ഞു റബ്ബിനോട്, ഇന്നി വളഴത്തുഹ ഉൻസ, പടച്ചവനെ, ഇമ്രാന്റെ ഭാര്യ അല്ലേ പ്രസവിച്ചപ്പോഴെന്നാ പറഞ്ഞത്. ഇമ്രാന്റെ ഭാര്യ ഇമ്രാൻ പ്രസവിച്ചപ്പോഴേ, അഥവാ മറിയം ജനിക്കപ്പെട്ടപ്പോഴേ അവരുടെ ഉമ്മ പറഞ്ഞ വാക്കുകളാണ് വിന്നി വളഴത്തുഹ ഉൻസ, പടച്ചവനെ ഇതൊരു പെൺകുട്ടിയാണല്ലോ. അള്ളാഹു ആലമായി സ്വലാത്ത്, പ്രസവിച്ചത് കുട്ടി പെൺകുട്ടിയാണെന്ന് അള്ളാഹുവിനറിയാം. വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലെ ആവില്ലല്ലോ. നേരത്തെ ആ ഉമ്മയുടെ ഒരു നേർച്ചയുണ്ട്. ഗർഭത്തിലെ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി നേർച്ചയാക്കുക എന്നാണ് ആ ഉമ്മ നേരത്തെ നേർച്ച തന്നത്. കുട്ടി ആണാവുമെന്ന് വിചാരിച്ചാണ് ആ സ്ത്രീ അങ്ങനെ നേർച്ച നേർന്നത്. പക്ഷെ പ്രസവിച്ച് വന്നപ്പോഴും പെൺകുട്ടിയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, പടച്ചവനെ, ഞാൻ പെട്ടത് പെണ്ണായി പോയല്ലോ, ഇനി എന്താ ചെയ്യുക? ഞാൻ ഇവളെയും ഇവരുടെ സന്തതികളെയും പിശാചിന്റെ ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് മറിയമിന്റെ ഉമ്മ മറിയമിനെ പ്രസവിച്ച സമയത്തെക്കുറിച്ച് വരെ ഖുർആൻ പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് ഖുർആൻ പറഞ്ഞതെന്നറിയോ? ഒരത്ഭുതങ്ങളുമില്ലാതെ, ഒരാശ്ചര്യങ്ങളുമില്ലാതെ, ദൈവികാംശമോ ദൈവത്തിന്റെ ഭാഗങ്ങളോ ഒന്നുമില്ലാതെ ഒരു സാധാരണ സ്ത്രീയുടെ പ്രസവമാണ്, ജനനമാണ് മറിയമിന്റെ കാര്യത്തിൽ ഉണ്ടായത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമതായി ഖുർആൻ മറിയം അലൈഹിസ്സലാമിയെ പറ്റി പറഞ്ഞു തരുന്ന വിഷയം, അവർ വളർന്നതും ജീവിച്ചതുമൊക്കെ വളരെ പരിശുദ്ധമായ ഒരു ചുറ്റുപാടിലാണ് എന്നാണ്. ഈ കുട്ടിയെ ഉമ്മ ബൈത്തുൽ മുഖദ്ദസിന്റെ സേവനത്തിന് വേണ്ടി നേർച്ച നേർന്നിരുന്നു, പഴയ ഒരു ആചാരപ്രകാരം. അതുകൊണ്ട് തന്നെ ആ കുട്ടി വളരുന്നത് ചെറുപ്പം മുതലേ ബൈത്തുൽ മുഖദ്ദസിന്റെ അന്തരീക്ഷത്തിലാണ്, ഒരു പള്ളിയുടെ